ഹലോ ഹായ്. ബിഗ് ബോസ് ഹൗസിലെ ഒന്ന് രണ്ട് കാഴ്ചകളെ കുറിച്ച് ഞാനൊരു കോമഡി രൂപത്തിൽ പറയുന്നത് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം. നമ്മൾ കിരീടം ടാസ്ക് നടന്ന സമയത്ത് നമ്മുടെ റെന ഫാത്തിമയും അതുപോലെ തന്നെ മസ്താനിയും കൂടി ഓടി വന്ന് തുണി മാറാനായിട്ട് വേഗം എവിടെയാണ് തുണി മാറാൻ വന്നത്? നമ്മുടെ ബെഡ്റൂമിൽ. നമ്മൾ ഈ വീട്ടിലൊക്കെ പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മുടെ ബെഡ്റൂം അടച്ചിട്ടേക്കുമായിരിക്കും, ബെഡ്റൂമിൽ ഒന്ന് തുണി മാറൂലേ, അതുപോലെ ഈ രണ്ട് കക്ഷികളും കൂടി പടപടാന്ന് ഓടി വന്നു കേട്ടോ. ഓടി വന്ന് തുണി മാറാൻ വന്നതും നമ്മുടെ ഈ ക്യാമറ ഫോക്കസ് ചെയ്യുന്ന ചേട്ടന്മാരുണ്ടല്ലോ, ചേട്ടന്മാരുടെ നെഞ്ചിടിപ്പ് ഇങ്ങനെ പടപടപടാന്ന് മിടിക്കുവാണ്. ഓ ഇവളുമാർ തുണി മാറാൻ വന്നു, ദൈവമേ തുണി മാറാൻ വന്നു. ആ വഴി നമ്മുടെ ബോസേട്ടൻ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ബോസേട്ടൻ എന്തോ അവിടെ എല്ലാവരും കൂടി ഇങ്ങനെ തകൃതിയായിട്ട് പല പല ക്യാമറകളിൽ നോക്കി ഇങ്ങനെ ഉറ്റുനോക്കിയിരിക്കുന്നത്. അതുവരെ ക്യാമറ നോക്കടാ എന്ന് പറഞ്ഞ് ബോസേട്ടൻ വിളിക്കുന്ന ഈ ആൾക്കാര് ക്യാമറാമാന്മാരെല്ലാരും കൂടി ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബോസേട്ടൻ എന്തോ ഒരു സംശയം. ബോസേട്ടൻ ഓടി വന്ന് ക്യാമറയിലോട്ട് നോക്കിയപ്പോൾ എന്താ സംഗതി, ഈ പെൺപിള്ളേര് പുതപ്പൊക്കെ ഇങ്ങനെ വെച്ചിട്ട് തുണി മാറാനായിട്ട് നോക്കുന്നു. അയ്യോ അരുത് മക്കളെ, അരുത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഓടി ബോസേട്ടൻ ഓടി പോയിട്ട് എന്താ ചെയ്തേ, മൈക്കെടുത്ത് വെച്ചിട്ട് റെന, മസ്താനി, നിങ്ങൾ വേഗം തുണി മാറുന്ന സ്ഥലത്ത് പോയി തുണി മാറൂ, എന്താ ചേഞ്ചിങ് റൂമിൽ പോയി തുണി മാറും എന്നൊരു അനൗൺസ് ചെയ്തിട്ടോ. നിങ്ങളെ എത്ര പേരത് കണ്ടെന്നറിയത്തില്ല. ഇവളുമാര് പോയിട്ട് അങ്ങോട്ട് തുണി മാറും. ഇന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്ര 72 ക്യാമറ വെച്ചിരുന്ന് പല ബെഡ്റൂമിലാണെങ്കിൽ മുക്കിലും മൂലയിലും കണ്ടതും കാണാത്തതായിട്ടുള്ള എന്തോരം ക്യാമറയാണ്. ആ ക്യാമറകളെല്ലാം വെച്ചിരിക്കുന്നിടത്ത് പോയിട്ട് തുണി മാറാൻ വരും. എന്തായാലും ബോസേട്ടൻ്റെ ക്യാമറാമാന്മാർ ഇയാളെ കൊണ്ട് തോറ്റ്, ഇയാൾ ഒരു തരത്തിലും സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞ് അവിടെ ചങ്ക് പൊട്ടിയിരിക്കുന്നുണ്ടായിരിക്കും. എന്തായാലും ബോസേട്ടൻ അങ്ങനെ ഒരു സമാധാനപ്പെട്ടു. എനിക്കത് ഭയങ്കര അന്ന് അത് കണ്ടപ്പോൾ ഞാനതിൻ്റെ ഇടയ്ക്ക് കോമഡി പറയണം, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ സീരിയസ് നമുക്കത് പറയേണ്ടി വന്നത് കൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. ഞാനത് എപ്പോഴും ആലോചിക്കും, ഈ പെൺപിള്ളേർ ഓടിപ്പോയിട്ട് തുണി മാറാൻ വന്നു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവിടെ ഇരുന്നങ്ങാണ് തുണി മാറില്ല. അപ്പോൾ മക്കളെ ചതിക്കല്ലേ, നിന്റെ അച്ഛനാടി ഈ പറയുന്നത്, തുണി മാറരുത്, അവിടെ നിന്ന് തുണി മാറരുത്, നിന്റെ അച്ഛനാടിയെ പറയുന്നേ എന്ന് പറഞ്ഞ് ബോസേട്ടൻ നിലവിളിച്ചുകൊണ്ട് മൈക്കെടുത്ത് വെച്ചിട്ട് ഹലോ റെന, മസ്താനി, നിങ്ങൾ പോയിട്ട് പിന്നെ ചേഞ്ചിങ് റൂമിൽ പോയി ചേഞ്ച് ചെയ്യൂ എന്ന് പറയേണ്ട ഒരു ആവശ്യകത ഒന്ന് ആലോചിച്ച് നോക്കി. കഴിഞ്ഞ സീസണിലൊക്കെ നമ്മുടെ എന്താ പറയുക ജാസ്മിൻ മൂസ ഉണ്ടായിരുന്ന സമയത്തൊക്കെ, ഡോക്ടറുടെ സമയത്തൊക്കെ ജാസ്മിൻ മൂസയൊക്കെ അവിടെ നിന്നങ്ങ് മാറുമായിരുന്നു. എന്തോ അതൊന്നും പറച്ചിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ ജാസ്മിൻ മൂസയൊന്നും സ്പോർട്സ് താരം ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും. ഞാൻ എപ്പോഴും കാണാറുണ്ട് ജാസ്മിൻ മൂസയൊക്കെ അവിടെ നിന്ന് തുണി മാറുമായിരുന്നു. പക്ഷേ ഇപ്പം ഈ സീസണിൽ എന്തായാലും ബോസേട്ടൻ അത് പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം മതി കോടതിയിൽ വന്നാൽ ഇതിന് സ്റ്റേ വാങ്ങിക്കാൻ വേണ്ടി. അവർ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി, നിയമ പോരാട്ടമൊക്കെ നടത്തിയിട്ടാണ് അവർക്ക് ഇത്രയും ലേറ്റ് ആയത്. അവർ ഈ പ്രശ്നങ്ങളെല്ലാം അവർ സോൾവ് ചെയ്യാൻ തന്നെ കുറേ കാലം എടുത്തു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒരു കേസും പ്രശ്നങ്ങളും ഇതിൻ്റെ മുകളിലേക്ക് വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്തായാലും ഈ പെൺപിള്ളേർ ചെയ്ത വലിയ പിന്നെ എന്താ പറയുക, പലർക്കും ചാകരയാകാൻ പറ്റുന്ന, പലർക്കും കണ്ണുകളിൽ തിളക്കം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാഴ്ച നമ്മുടെ ബോസേട്ടൻ ഇടപെട്ടുകൊണ്ട് അവരുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പോയിനടി മക്കളെ, നിങ്ങൾ അവിടെ പോയിട്ട് തുണി മാറടി, ഇവിടെ നിന്നോടി തുണി മാറുന്നേ, നടുറോഡിൽ വന്ന് തുണി മാറൂടി ആരെങ്കിലും എന്ന് പറഞ്ഞ് ഓടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിത് കുറച്ച് ദിവസമായിട്ട് പറയണമെന്നുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്. അപ്പം ഞാനാണെങ്കിൽ പക്ഷേ അതിൻ്റെ ക്ലിപ്പിങ്സ് ഒക്കെ ഫോണിൽ ഇങ്ങനെ എവിടെയാണ് ക്ലിപ്പിങ്സ് എടുത്ത് വെച്ച് നടത്തില്ല, കുറേ നേരമായിട്ട് ചെക്ക് ചെയ്യുന്നു, പക്ഷേ കണ്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ കുറേ തമാശ കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഒരു ഹൗസിനുള്ളിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ അഖിൽ മാരാരും അതുപോലെ തന്നെ അഭിലാഷും സെറീനയൊക്കെ ഇന്ന് ഹൗസിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൈവിൽ നമ്മളെ കാണിക്കും. അതിനൊക്കെ അഖിൽ മാരെ കയറിയ ഒരു പ്രൊമോ ഒക്കെ കാണിച്ചിട്ടാണ് അഖിൽ മാര ഒരു ടാസ്കൊക്കെ ആയിട്ട് വന്നേക്കുന്നത്. നൂദില്ല ഷൂമാർട്ട്, ചെരുപ്പ് ഫാക്ടറി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവമാണ്, എന്തൊക്കെയോ ഒരു സംഭവങ്ങളൊക്കെയാണ്. എന്തായാലും 7ന്റെ പണി ആർക്കാണ് കിട്ടുന്നത്, മുന്നിൽ ഹൗസ് മേറ്റ്സിന് കിട്ടും, അല്ലെങ്കിൽ 100 അതിലേക്ക് കിട്ടും. അപ്പോൾ 7ന്റെ പണി ആർക്കാണ് കിട്ടുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും അഖിൽ മാരാർ കയറിയതിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് മക്കളെ. അപ്പോൾ അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല, ഞാൻ ഈ കാണിച്ച പൊട്ടത്തിൽ ഞാൻ തന്നെ പോയെന്ന്